സമയത്ത് ഇന്നും പോകും. ഈ 9:01 7:06 വരെ നടന്നു പോകണമെങ്കിൽ ഒരു ഏകദേശം ഒരു 2-3 സ്റ്റോപ്പ് അപ്പുറം. പക്ഷെ ഒരു സൈക്കിള് പോലുമില്ല. ആള് നടന്നിട്ടാ പോവുക. നടന്ന് വീട്ടിൽ പോവും. അവിടെ വീട്ടിലെത്തിയാല് പപ്പ അവിടെ ഇല്ല, പണിക്ക് പോയതാണെന്ന് കണ്ട് പുതിയാണം തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞേക്കും. ആ സമയത്ത് പുതിയേട്ടൻ ഇവിടെ വന്നു പറയും, എടോ ഓന്റെ വണ്ടിയും ചെരുപ്പും ഒക്കെ അവിടെ ഉണ്ട്. ഓൻ എന്നോട് കള്ളത്തരം പറഞ്ഞ് ഓൻ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുപോയി വിചാരിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുറവും ഇല്ലേ, അല്ലെങ്കിൽ ഒരു നാണവും ഇല്ലേ? ഇങ്ങനെയും ഒരു തവണ, എത്രയോ തവണ ഒരാളെ വീട്ടിൽ പോയിരിക്കാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ. ഒരുപാട് തവണ ഒരാളോട് ഇങ്ങനെ പറയാന്നറിയുന്നത്. അപ്പൊ എന്നോട് പറയും, ഓൻ വന്നാ പൊളിക്കൂ. ഇതന്നെ പറയുള്ളൂ, ഓൻ വന്നാ പൊളിക്കും, ഓൻ വന്നാ പൊളിക്കും, ഞാൻ പൊളിക്കും, നിങ്ങൾ അവിടെ പൊളിച്ചു കുത്തിനുള്ളിൽ കണ്ട് ഞാനങ്ങ് തിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ വീണ്ടും പോയി. അപ്പൊ പുതിയേട്ടൻ എന്ത് ചെയ്ത്, വേറൊരു ഐഡിയ പ്രയോഗിച്ച്, സാറേ ഞങ്ങള് കമ്പനിന്ന് വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് സുനീനൊന്ന് വിളിക്കണം. എന്നിട്ട് ഓന്റെ എങ്ങനെങ്കിലും ഓന്റെ ഐഡിയ അടിക്കാൻ കിട്ടണം. ഓൻ വന്ന ഉഷാറാന്ന് പറഞ്ഞു. അങ്ങനെ ഭവാനി സാർ എറണാകുളത്തുനിന്ന് വിളിച്ച്, സുനിൽ സാർ അല്ലേ, ഞാനിങ്ങനെ നിങ്ങൾക്ക് കവചപ്രാശം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ലേ, എങ്ങനെയാണോ ട്രിക്ക് ഉപയോഗിക്കുക വെച്ചാൽ അങ്ങനെ കൊണ്ടുവരും തന്നെ, അതന്നെ അതാ സാറ് ചെയ്തത്. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പം, എനിക്ക് സാറിന്റെ ഒരു സമയം തരുമോ, കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാണ്ടായിരുന്നു. അപ്പം സുനിയേട്ടൻ വേഗം സമയം കൊടുത്ത് അങ്ങനെ ഒരു രാത്രി ഭവാനി സാറും പ്രതിയാണും കൂടി പോയി പ്ലാന് പറഞ്ഞു കൊടുത്തപ്പം സുനിയേട്ടന് വേഗം മനസ്സിലായി. അപ്പോ സുനിയേട്ടൻ പറയാട്ടോ, ഇതായിരുന്നു സാറേ കാര്യം, പ്രതിഭയുടെ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായില്ലാന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടും നമ്മളെ കൂടെ അയാൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത പ്ലാൻ അയാൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഭവനി സാറ് പറഞ്ഞ സമയത്ത് കേട്ടപ്പോ നമുക്ക് ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ നല്ലോണം പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങി. അപ്പാണ് 2018 പ്രളയം സംഭവിക്കുന്നത്. പ്രളയം സംഭവിച്ച സമയത്ത് വണ്ടീന്റെ ഓട്ടം നിന്ന്, സുനിയേട്ടൻ വണ്ടീന്റെ ഡ്രൈവർ ആയിരുന്നു, വണ്ടീന്റെ ഓട്ടം നിന്ന് സ്കൂൾ പൂട്ടി. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മളെ കവചപ്രാശം വാങ്ങിച്ച ആളുകളൊക്കെ വീണ്ടും വിളിക്കാൻ തുടങ്ങി, സുനിയേട്ട ഒരു കവചപ്രാശം വേണമെന്നാണ്. അപ്പൊ സുനിയേട്ടൻ ഞങ്ങളോട് പറയാൻ, പ്രതിവേട്ട എനിക്ക് 100 കവചപ്രാശം വേണമെന്നാണ്. അപ്പൊ പ്രതിവേട്ട ഭയങ്കര സന്തോഷം, അമ്മയെ 100 കവചപ്രാശം, നമ്മളെ കൂടെ ഐഡിയ അടിച്ചിട്ടാണ് 100 അങ്ങനെ 1,00,000ത്തിന്റെ സ്റ്റോക്ക് സുനിയാടൻ എടുത്തു. അതേപോലെ തന്നെ മറുഭാഗത്ത് ഞങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ, റീറ്റെയിലും റീപർച്ചേസും റൂബി റാങ്ക് ആയ സമയത്ത് രണ്ടാളെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തണം, ബാക്കിയൊക്കെ ടീം വർക്ക് കൂടി അങ്ങ് നടന്നോളൂ, ആ രണ്ടാൾ വന്നാൽ മതി, നിങ്ങൾ രക്ഷപ്പെടുന്ന പറഞ്ഞത്. അങ്ങനെ സുനിയേട്ടൻ വൺ സൈഡിൽ വന്നു, മറുഭാഗത്തേക്ക് ശിവശങ്കരൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അയാൾക്ക് ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു. നമ്മളെ 95 6 മാസം കൊടുത്തതിന്റെ ഫലമായിട്ട് ഇന്നിപ്പം അവരെ ഭാര്യ അസുഖമൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട്, കാരണം എന്താ വെച്ചാൽ നല്ല ആരോഗ്യവതിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റില് നമ്മളെ 95-ലെ വിശ്വാസം കൊണ്ട് തന്നെ സുനിയേട്ടനും അല്ല ശിവേട്ടനും 25,000ത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് ഓർഗനൈസേഷൻ 2-ലുള്ള ആളും ഞങ്ങളെ കൂടെ വന്നു. അപ്പം ഈ രണ്ടുപേരും സ്റ്റോക്ക് എടുത്ത സമയത്ത് ഒരു 2,250 രൂപ ഇൻകം കിട്ടിയപ്പം പൊതുവേണം നല്ല ഉഷാറായി. കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത സമയത്തും നമുക്ക് ഇൻകാണ്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ച സമയത്തും ഇൻകം കിട്ടുമ്പോൾ ഇത് നല്ല ഐഡിയ ആണല്ലോ. കാരണം കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പിന്നെ പർച്ചേസ് ചെയ്യിച്ചാൽ പോരെന്ന് പറഞ്ഞ് സുഖതയാണ് മെല്ലെ ആ ട്രിക്ക് മനസ്സിലായി. അങ്ങനെ ഇന്നിപ്പം വൺ സൈഡിൽ ഓർഗനൈസേഷൻ 1-ല് സുനിയേട്ടനിൽ കൂടി വന്ന 800 രൂപേന്റെ കവചപ്രാശം കൊടുത്ത ആളിൽ കൂടി വന്ന ബിസിനസ്സാണ് ഏകദേശം 3 കോടിയിൽ പുറത്ത്. 3 കോടി എത്രയും ഞാൻ നോക്കിയില്ല, 3 കോടി കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡ്. അതേപോലെ തന്നെ ശിവശങ്കരേട്ടനിൽ കൂടി കിട്ടിയ ഒരു ബിസിനസ്സാണ് ഏകദേശം 2.5 കോടിയുടെ ബിസിനസ്. സത്യം പറഞ്ഞാല് കോടിയിൽ എത്ര പൂജ ഉണ്ടെന്ന് നോക്കിയാൽ ധനീഷ് സാറ്, എനിക്കറിയില്ല ഇനി കോടിയിൽ എത്ര പൂജ ഉണ്ടെന്നുള്ളത്. പക്ഷെ എത്ര പൂജ ഉണ്ടെന്ന് അറിയാത്ത ആ ഒരു കോടികളെ ബിസിനസ് ഇന്നിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരിക്കലും എന്റെ കഴിവല്ല. എന്നെക്കാട്ടും ഞാൻ സാറിനോട് എപ്പോഴും പറയാറുണ്ട്, സാറേ ഈ ബിസിനസ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്ന്. കാരണം ഒരാളോട് സംസാരിക്കണമെങ്കിൽ അങ്ങനൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളത്. പക്ഷെ സാറ് പറഞ്ഞ എന്താ പറയുക, ഭാഗ്യമില്ല എന്നൊക്കെ പറയും എനിക്ക്. പക്ഷെ സാറ് പറഞ്ഞൊരു കാര്യം, നിങ്ങളെക്കാട്ടിലും ഭാഗ്യമുള്ള ആളുകൾ നിങ്ങളെ കൂടെ വരുമ്പോഴാണ് ശ്രീ ചേച്ചി ഈ ബിസിനസ്സിൽ വിജയം ഉണ്ടാവുകയാണ്. അത് സംഭവിക്കും തന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ സാറിനെ എന്താ പറയാ, അന്ന് ഒരുപാട് തവണ ഞാൻ ശപിച്ചിട്ട്, ഇയാൾ വരുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ ശപിച്ചിട്ടുണ്ട് ഇയാള്. പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയാ, എന്റെ പ്രാർത്ഥനയിൽ എത്ര നേരമാണോ പ്രാർത്ഥിക്കുന്നത് ആ സമയത്തൊക്കെ ഞാൻ സാറിന്റെ പേര് പറയും. കാരണം അത്രയും ഒരു ദൈവദൂതനായിട്ട് തന്നെയാണ് നമ്മളെ ഏത് ലീഡറാണ് നമ്മളെ കൈപിടിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ചിലവർ 100% നിങ്ങൾ വിശ്വസിച്ചോളൂ, അവരെ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതില്. ഭവനി സാർ, ഞാൻ പറഞ്ഞു, ഭവനി സാർ പ്രതികരണം മാറ്റിയത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയതിനും ഒരുപാട് എഫേർട്ട് ഉണ്ട്. കാരണം ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആളുകളെ കാണാൻ പോകണം, റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത്
പ്രതിവട്ട ഈ താടി മുടി നീട്ടിയിട്ട് ഈ ഒരു കോലത്തിലൊന്നും നമുക്ക് ഒരാളെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല. നിങ്ങള് നല്ലൊരു പാന്റും ഷർട്ടും ഇട്ട് പോരണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രതിവേട്ടൻ പറയാം, സാറേ എനിക്ക് പാന്റ് ഇല്ലാന്ന്. പാന്റ് ഇല്ല. അതപ്പോ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് പാന്റ് ഇതുവരെ ജീവിതത്തിൽ പാന്റ് ഉടുത്തിട്ടില്ല. ആദ്യമായിട്ട് മൈ ലൈഫിൽ വന്നിട്ടാണ് പാന്റ് എടുത്തത്. അന്ന് പറഞ്ഞ് അതൊന്നും വിഷമിക്കൊന്നും വേണ്ട, നിങ്ങള് നിങ്ങൾക്ക് ഒരു കോൺടെസ്റ്റ് വെച്ച് തരാം, ഒരു ടാർഗറ്റ് വെക്കും, ആഴ്ചയിൽ ഒരു 10,000 രൂപേന്റെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ബിഗ് ബസാർ കൂപ്പൺ തരാൻ പറഞ്ഞ് എന്ത് ടാർഗറ്റ് വെച്ചാലും അല്ലെങ്കിൽ കോൺടെസ്റ്റ് വെച്ചാലും പ്രതികരണം അത് എത്തിപ്പിടിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും റീറ്റെയിൽ ചെയ്തിട്ട്, റീറ്റെയിൽ മുഖ്യമാട്ടോ, റീറ്റെയിൽ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നു റീറ്റെയിലും. അതുകൊണ്ട് തന്നെ ആ കോൺടെസ്റ്റ് എത്തിച്ച് പിടിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ 10,000ന്റെ ബിസിനസ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് 1,000 രൂപേന്റെ ഒരു ബിഗ് ബസാർ കൂപ്പൺ തന്നു. ആ കൂപ്പൺ കിട്ടിയ സമയത്ത് ഞാനും പ്രതികരണം കൂടി ആദ്യമായിട്ട് പോയിട്ട് ഒരു പാന്റ് ഷർട്ട് വാങ്ങി. അങ്ങനെ ഈ താടി മുടിയൊക്കെ വടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി ഇരുത്തിയ സമയത്ത് ഞാൻ ഷോപ്പിൽ ഉണ്ടാവും, പൊതയുടെ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഷോപ്പിന്റെ അടുത്തുള്ള ബാർബർ ഷോപ്പ് പോയിട്ട് എന്താ പറയാ, മീശമാധവനിലെ ജഗതിയില്ലേ, അയാളെ മാതിരി താടിയും മുടിയും പിന്നെ ഇവിടെയൊക്കെ രോമേനി ചെവിയുടെ അടുത്തൊക്കെ അതൊക്കെ കൊണ്ടുപോയിട്ട് അയാളോട് പറഞ്ഞിട്ട്, ബാർബറോട് പറഞ്ഞിട്ട് അതേപോലെ അവിടെ ചെയ്യും ഇവിടെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ട് എന്താ പറയുക, ഒരു ശിലയെ ഒരു ശില്പമാക്കി മാറ്റാൻ എത്ര എഫേർട്ട് എടുക്കുക ശില്പി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ശിലയ്ക്ക് കുറേ വേദനകൾ ഉണ്ടാവും അല്ലെ, ഓരോ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ വെട്ടി മിനുക്കുന്ന സമയത്തും അത് അവിടെ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. ആരാ അങ്ങനെ തയ്യാറാവാന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ നിന്ന് കൊടുത്ത്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്രയും സുന്ദരമായ ഒരു രൂപമായിരുന്നു ഇയാൾ എന്നുള്ളത് പിന്നെ മനസ്സിലായത്. കാരണം അങ്ങനെ ആക്കിയെടുത്ത സമയത്ത് അനിയന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഏതൊരു കല്യാണ വീടുണ്ടെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, അടുക്കളയിലാണ് ഉണ്ടാവുക, പുറത്തേക്ക് വരികയില്ല. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏതൊരു കല്യാണ വീടിന്റെയും അടുക്കള ഭാഗത്താണ് ഉണ്ടാവുക. മുന്നോട്ട് വരാൻ പറ്റൂല, കാരണം ഈ രൂപത്തിലൊന്നും മുന്നോട്ട് വരാൻ പറ്റില്ല, ആളുകൾ കളിയാക്കൂലേ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം എന്ന് പറയുന്നത് കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് കുറേ വിഷമങ്ങളുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ഈ രൂപമായി മാറ്റിയപ്പോ അനിയന്മാർക്ക് ഭയങ്കര, അമ്മോ കുട്ടിയാട്ടം ഇങ്ങനെയായല്ലോ, ഈ ഒരു രൂപത്തിലേക്ക് മാറിയല്ലോ എന്നുള്ളതില്ല കേട്ടോ. പക്ഷെ ബിസിനസ് ഒന്നും ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല, ചെയ്തിട്ടും ചെയ്യാറുമില്ല. പക്ഷെ ആ സമയത്ത് ഏഹ് ഒരു പാന്റും ഷർട്ടും എടുത്തിട്ട് നല്ല ലെവലിൽ നിന്ന സമയത്ത് ആളുകൾ പിന്നെ കളിയാക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അതുവരെ പാന്റ് എടുക്കാത്ത ഒരാള് ആദ്യമായിട്ട് പാന്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടുള്ള. അതേ കളി കളിക്കാം. എന്നിട്ട് ഞാൻ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കും, പക്ഷെ പൊതിയേട്ടൻ മോനിസാറിന്റെ വണ്ടീനെ പുറകെ കയറി ഇരുന്ന് പോകുമ്പോൾ ഇവരിങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഇനി പാന്റ് ഉടുക്കരുത് എന്നാണ്. അപ്പൊ എന്നോട് ശാന്താണ്, ഇവരൊക്കെ ആളുകളൊക്കെ കളിയാക്കുന്നത് ഞാനാ കാണുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ആളുകളെ വായ മൂടാൻ നമുക്കാവൂല, അവര് പറഞ്ഞോണ്ടേ ഇരിക്കും, അത് മടുക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് നിർത്തിക്കോളൂ, ഞാൻ ഈ പറയുന്ന ഒന്നും ഞാൻ കേൾക്കൂല, ഞാൻ എന്റെ ഭവാനി സാറ് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല. അന്ന് രാത്രി വൈകുന്നേരം എന്താ പറയാ 3 മണിയാകുമ്പോഴേക്ക് ജോലി കഴിഞ്ഞെത്തുന്ന ആള്, കാരണം കൂലിപ്പണിക്കൊക്കെ പോകും, കല്ലുത്താനും തേപ്പിനും ഒക്കെ പോകുന്ന ആള് 3 മണിക്ക് വന്ന് ഭവാനി സാർ ഇങ്ങനെ കാത്തിരിക്കുക ഇയാളെയും കൂട്ടി പോകാൻ വേണ്ടിയിട്ട്. ആ 3 മണിക്ക് കൊണ്ടുപോയ ആളെ പിന്നെ 12 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. ആ വീട്ടിൽ വാതിലൊക്കെ അടച്ചിട്ടിരുന്ന് കണ്ട് അങ്ങനെ എനിക്കറിയാം പൊതയാണ് എവിടെ പോയാലും ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടൂല. എത്ര സമയമില്ലെങ്കിലും സമയത്തിന് ഒരു വാല്യൂ അറിയില്ല. ഞാൻ എപ്പോഴും പറയും, എന്റെ സമയം പോക്കുന്നത് നിങ്ങളാണ്. എവിടെ പോകുമ്പോൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ എന്താ പറയാ, പാമ്പിനെ മാളെ പോകാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ പോലെ അയാളെ പുറത്ത് ഇറങ്ങി എവിടെയും വിടാൻ സമ്മതിക്കൂല. അങ്ങനെ കഥ പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ എവിടെയോ പോയി കഥ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം 12 മണിക്ക് വന്ന സമയത്ത് വാതിൽ അടച്ചിട്ടിരുന്ന് കുറെ സമയം എനിക്ക് എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ അവിടെ തീർത്ത്. എന്നിട്ട് പുറത്തുനിന്ന് കുളിച്ച് വന്ന ദിവസങ്ങളൊക്കെ എത്രയോ ദിവസങ്ങളുണ്ട്. രാത്രി നേരം വൈകുമ്പോ ഇത് പ്ലാന് പറയാൻ പോവുകയാണെന്നോ ടീം ഉണ്ടാക്കാൻ പോവുകയാണെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത്രയും പക്ക നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ചെറിയൊരു ടീം ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം ഒക്കെ ചെറിയ ചെറിയ ഇൻകങ്ങൾ വരാൻ തുടങ്ങിയപ്പോ ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്ന് വെച്ചു. കാരണം അതുവരെ കാനറ ബാങ്കിൽ സീറോ ബാലൻസ് ആയിരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം ഒക്കെ വരാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞ്, നീയല്ല എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്, ഞാനൊരു ചെറിയൊരു ടീം ഉണ്ടാക്കുന്നുണ്ട്, സുധാകരൻ നിന്റെ ഐഡിയ അടിച്ചു പോയി എന്നുള്ള കുറ്റം മാത്രമേ ചെയ്തുള്ളൂ, ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ, അതുകൊണ്ടാണ് എനിക്ക് ഇൻകം വരുന്നത് തന്നെ. അപ്പൊ എന്തായാലും പൈസ വരുമ്പോ നമുക്ക് സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് ഓക്കെ എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ നമ്മൾ പറയില്ലേ, വെല്ലി സാർ എപ്പോഴും പറയാറുണ്ട്, ചട്ടി വലുതാക്കണം എന്ന് പറഞ്ഞൊരു കഥ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയും വലിയ സ്വപ്നങ്ങളായിരുന്നു.
ഒരു വീട് വെക്കണമെന്നും പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ വണ്ടിമേലൊക്കെ കറങ്ങി നടക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണത്തിന് മുന്നേ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു സൈക്കിൾ പോലും ഇല്ല. എല്ലാം ഒരു മുറിയിലിട്ട് പൂട്ടി. എന്റെ സ്വപ്നങ്ങളെല്ലാം ഒരു മുറിയിലിട്ട് പൂട്ടി. എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഈ അവസരം മുന്നോട്ട് വരുന്നത്. അപ്പൊ സാറ് എന്നും ഷോപ്പിൽ വരുമ്പോൾ എന്നോട് പറയും, ശ്രീ ചേച്ചി നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, എന്തോ അറിയില്ല ഭവാനി സാർക്ക് ഉള്ളിലുള്ളത് പുറത്തെടുക്കാനോ അല്ലെങ്കിൽ എന്തോ ഒരു കഴിവ് ഉണ്ട് എന്നുള്ള എനിക്ക് 100% ഉറപ്പാ. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഇയാള് കണ്ണിൽ നോക്കി പറയും പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പ്രദീപേട്ടൻ നല്ലൊരു ബിസിനസ് ഏറ്റെടുത്തില്ലേ, ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടി മുറിയിലിട്ട് പൂട്ടാൻ പറഞ്ഞു. സാറേ എന്റെ സ്വപ്നങ്ങൾ മുറിയിൽ പുറത്തെടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ വേണം, അത് ഒരിക്കലും ഇവിടെ നടക്കൂല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണെന്ന്. അപ്പൊ പ്ലാനൊക്കെ ഈ ബിസിനസ്സിൽ ഇത്ര കിട്ടും, 500 മുതൽ 2,10,000 വരെ കിട്ടും എന്നൊക്കെ പറയെങ്കിലും ഒരിക്കലും 2,10,000 ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, കിട്ടൂല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ടും മുന്നോട്ട് പോയത്. എന്നിട്ട് ഒരു 2,000 രൂപയെങ്കിലും ആഴ്ചയിലും കിട്ടിയാലും ശ്രീ ചേച്ചി അത് നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വപ്നങ്ങൾ എടുത്താലേ ഉള്ളൂ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ സ്വപ്നമൊക്കെ പുറത്തെടുത്ത് അങ്ങനെ ആദ്യമായിട്ടൊരു സ്വപ്നമായിരുന്നു ഒരു വണ്ടിമേ പോവാന്നുള്ളത്. അത് ഞാൻ ആഗ്രഹം സാധിച്ച സാറിനോട് പറഞ്ഞു, എനിക്കൊരു വണ്ടി എടുക്കണം സാറേ, ആദ്യമായിട്ട് എന്റെ ഒരു ആഗ്രഹം അതാണ്. അപ്പൊ സാറ് കണക്കൊക്കെ കൂട്ടി, കണക്കിൽ വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞ ഒരു 2,500 രൂപ വേണ്ടി വരും EMI അടിക്കാൻ. ആദ്യം ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളൊരു വണ്ടി ഇറക്കാണെന്ന്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പോയി. എനിക്ക് തോന്നുന്നു 20-ലോ പെട്ടെന്ന് തോന്നുന്നു ഒരു വണ്ടി വാങ്ങിച്ചു. അങ്ങനെ 2017 ഐഡിയ അടിച്ചിട്ടുണ്ട്. 18-ലോ 19-ലോ ആണ് ആ വണ്ടി എടുത്തത്. പക്ഷെ ആ ഒരു വണ്ടി ഒരാഴ്ച കൊണ്ട് തന്നെ ആക്സിഡന്റ് പറ്റി. ഏട്ടൻ നല്ല ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക, ടീമായി വരുന്നേ ഉള്ളൂ, ചെറിയ ടീമായിട്ടേ ഉള്ളൂ. പക്ഷെ ആക്സിഡന്റ് പറ്റി 8 മാസം ആൾക്ക് കിടക്കേണ്ടി വന്ന്. സത്യം പറഞ്ഞാല് ഈ ബിസിനസ് ചെയ്യുന്നതേ എനിക്ക് ഇഷ്ടമില്ല, താല്പര്യവും ഇല്ലാത്ത ഒരു സമയത്ത് ഈ ആള് ആക്സിഡന്റ് പറ്റി കൂടി കിടക്കാകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് എങ്ങനെ പോയാലും ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ദൈവമേ വിചാരിച്ചിട്ട് ഞാൻ കരച്ചിലോട് കരച്ചില്. അപ്പം ഭവനി സാറാണെന്ന് വെച്ചാൽ എറണാകുളത്തേക്ക് പോയതാ. എറണാകുളത്ത് പോയ സമയത്താണ് ഈ സുനിയേട്ടനെ 100 കിലോ ഉള്ള സുനിയേട്ടനെയും കയ്യിൽ വെച്ചിട്ടാണ് വണ്ടി പോയത്. അവളോ പറയുന്ന ചരലിൽ നിരങ്ങി പഠിച്ചു വരുന്ന ആളാ, പഠിച്ചു വരുന്നിട്ടുള്ളൂ. ഷോറൂമിൽ ഇറക്കിയപ്പോ തന്നെ പൊതുവാണ് ലൈസൻസ് ഒന്നുമില്ല. ഭവനി സാർ പറഞ്ഞെന്താ പറയാ, വണ്ടി ഇങ്ങോട്ട് ഇറക്കിയപ്പോ ഇടതുഭാഗത്തെ ഈ സംഭവം പിടിച്ചാല് ഇത് തിരിച്ചാല് വലതുവശത്തുള്ള അത് തിരിച്ചാല് വണ്ടി മുന്നോട്ട് പോകും, ഇടതുവശത്തുള്ളത് പിടിച്ച് അമർത്തിയാല് നിൽക്കൂ. ഇതാണ് സിസ്റ്റം പറഞ്ഞു കൊടുത്തത്. ഇത്രയേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ആളെയാണ്. ഒരാഴ്ച കൊണ്ട് സാറ് എറണാകുളത്ത് പോയപ്പോഴേക്ക് ഇത് ആളെ ബാക്കിലിരുത്തി, സുനിയാണിനെ ബാക്കിലിരുത്തി ആക്സിഡന്റ് പറ്റി 8 മാസം കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ വിചാരിച്ചതൊന്നും സംഭവിച്ചില്ല. കാരണം ആ സാറ് ഓടി വന്നിക്കുന്ന എറണാകുളത്തുനിന്ന്, അയ്യോ എന്റെ പ്രതിവട്ട പറ്റിച്ചല്ലോ. കാരണം ഒരാളെ കിട്ടിയിട്ട് അയാളെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം അയാൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് ഉണ്ടാകുന്ന ലീഡർക്ക് ഉണ്ടാകുന്ന വിഷമമൊക്കെ നമുക്കിപ്പോ മനസ്സിലാവും. പക്ഷെ സാറ് പ്രതിവട്ടം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാ, എല്ലാം നല്ലതിനാണ് സാറേന്ന്. നിങ്ങൾ എന്താ പ്രതിവട്ടം പറയുന്നത്, ആക്സിഡന്റ് പറ്റി കിടക്കുന്നു നല്ലതിനാണോ ചോദിച്ച്. അല്ല അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് പ്രതിയാണെന്ന് അറിയാം, എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങുന്നില്ലേ, കാരണം എന്റെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ടല്ലോ ചെറുതായിട്ട്, അപ്പൊ ഒക്കെ എന്തായാലും ഇറങ്ങാനുള്ള അത് വരും എന്നുള്ളത് മൂപ്പരം മനസ്സിലാക്കി. അങ്ങനെ എനിക്ക് തോന്നുന്നു TCന്റെ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങള് പിന്നെ ഇതില് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വന്നിട്ടാ ഭവനി സാർ എനിക്ക് മൊമെന്റോ ഒക്കെ തന്ന് എങ്ങനെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ, ശ്രീ ചേച്ചി പ്രതിവട്ടം നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീം ആ ടീം ഈ ഒരു പിന്നെ ടീം വർക്ക് കൂടിയാണ് നിങ്ങൾക്ക് ഇനി വരുമാനം കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ ടീമിനെ ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ ഒന്ന് പോയി നോക്കാന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് എന്റെ കുടുംബശ്രീ പോലെ ഒരു കുടുംബശ്രീ നടത്തുകയാണ് കൊടുവള്ളി ടീം. അപ്പൊ കുറെ ആളുകളുണ്ട്, മാലതി മാഡം, ശോഭന മാഡം, മൈമൂന മാഡം, അങ്ങനെ കുറെ ആളുകൾ ഇവര് പെണ്ണുങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വരയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ TC റാങ്കാണ്, എന്റെ ടീമാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് പോവുക. പ്രതിയേട്ടൻ കടന്നു പോയില്ലേ, അവനു സാർക്ക് വിളിക്കാൻ പറ്റില്ല, പ്രതിയേട്ടൻ കടത്തത്തിലുമാണ്. സാറ് എന്നെ കൂട്ടിപ്പോയി, ഈ ടീമിന്റെ ലീഡർ ഞാനാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്തോ ഒരു കൊലത്തിലാണ്. കാരണം നമുക്കറിയാം നമ്മ തുടക്ക സമയത്ത് മരണം വരെ മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരാളെ രൂപം നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാലറിയാം. അപ്പോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ എന്നെ ഉന്തിയിട്ടാണ് ഭവനി സാർ ഇപ്പൊ ഈ
പേരും സ്ഥലവും പരിചയപ്പെടുന്ന അങ്ങനെ പേരും സ്ഥലവും പറഞ്ഞ് കൊടുത്ത സമയത്ത് ഈ മാലതി മാഡം ഇതൊക്കെ നോക്കിക്കുക. ഞാൻ കളിക്കുന്ന കളിയൊക്കെ അപ്പൊ മാലതി വിചാരിക്കാൻ പോലെ ഇവക്ക് പറ്റെങ്കില് എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൂടാ, ഈ കോലത്തിലുള്ള എനിക്ക് പറ്റെങ്കിൽ എന്താ പറയാ, എനിക്ക് എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൂടാ എന്നുള്ള ഒരു തീരുമാനമാണ് മാലതീച്ചിന്റെ ഉള്ളിൽ ഉണ്ടായത്. പക്ഷെ അന്ന് മാലതീച്ചി ഏറ്റെടുത്ത്, ശോഭനമ്മേടെ ഏറ്റെടുത്ത്, അതിന്റെ കൂടെ തന്നെ മാലതി മാഡം കൂടി ഇത് ഏറ്റെടുത്ത സമയത്ത് 1 ലക്ഷത്തിന് സ്റ്റോക്ക് എടുത്തിട്ട് അവരും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയാ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഇന്നലെ. എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെടാതെ ഒരുപാട് കാലം ശപിച്ചുകൊണ്ട് നടന്ന് ഭർത്താവിനെ പോലും ബിസിനസ് ചെയ്യാൻ സമ്മതിക്കാത്ത എത്തിയ എനിക്ക് ഇന്നലെ 644-ാമത്തെ വീക്കില് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല 2,10,000 എനിക്ക് കിട്ടുന്നത്. ദൈവത്തിനാണ് നേര്. കാരണം ഇത് എങ്ങനെയെന്നുള്ളത് ഇനി ഞാൻ ചിന്തിക്കാം. പക്ഷെ ദൈവം സഹായിച്ച്. സാർ എപ്പോഴും പറയും നിങ്ങൾ ആദ്യം ഒരു ടീമിനെയാണ് സമ്പാദിക്കേണ്ടതെന്ന്. അത് സത്യമാണ് മക്കളെ. കാരണം ഇന്നലെ എന്റെ ടീം എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരിക. 2,10,000 നേടുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ ടീമാ അവിടെ. കാരണം ലേഡീസ് ടീം കുടുംബശ്രീ ആണോ എന്നൊക്കെ ചോദിച്ച എത്രയോ ആള് കളിയാക്കിയിട്ടുണ്ട്. ആ കുടുംബശ്രീയാണ് ഇന്നലെ എനിക്ക് 2,10,000 നേടി തന്നതെന്നുള്ളതാണ്. അതിലുപരി എന്റെ വൺ സൈഡിൽ മൊത്തം 3 കോടീന്റെ പവർ ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്റെ ചാളന്നൂർ ടീം നിൽക്കുന്നത്. എല്ലാവരും അതിൽ നിൽക്കുക. ഞാൻ എന്നിട്ട് പറഞ്ഞ ലേബർ റൂമിന്റെ മുന്നിൽ നിൽക്കൂലേ, കുട്ടി എപ്പോഴാ വരിക എന്ന് ചോദിച്ചിട്ട് 11 മണി വരെ 23.5 ലക്ഷം സെയിൽസ് കിട്ടുന്നത് വരെ അവരവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ച്. ഇന്നലെ ബോബി സാറ് വിളിച്ച് ഞാൻ കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രം കേട്ടോ ശ്രീജ മേഡം എന്ന് പറഞ്ഞ്. കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ കേക്ക് മുറിക്കുന്നതൊക്കെ കണ്ടെന്നുള്ളത്. പക്ഷെ 2:10 കിട്ടിയ സമയത്ത് ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഇന്നലെ സൂമിലൊന്നും കയറിയില്ല. മെനയാന്ന് 2:30 ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോ. ഓരോരോ കാര്യങ്ങളും പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയതായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് ഒരുപാട് ഈ സൂം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ എന്താ പറയാ, ഓരോരുത്തരെ കോളാ. അത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം. കാരണം പിന്നെ നമുക്ക് പറയും എന്താ പറയാ, തലക്കനം കൂടി എന്നൊക്കെ തോന്നും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. സാർ എപ്പോഴും പറയാറുണ്ട്, ഫലം കായ്ക്കുന്ന വൃക്ഷം തന്നെ പറയും. അഹങ്കാരം തോന്നരുത് ശ്രീചേച്ചി. പൈസ കൂടുന്ന സമയത്ത് നമുക്ക് അതൊക്കെ തോന്നും, മനുഷ്യനാണ്, സ്വഭാവം മാറിപ്പോവും. പക്ഷെ എന്താ പറയാ, ഫലം കായ്ക്കുന്ന വൃക്ഷം എപ്പോഴും തല കുനിക്കാറാണ് പതിവ് എന്നുള്ള ബല്ലി സാർ എത്രയോ തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് ഫുള്ള് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ വിളിക്കാത്ത ആളുകൾ വരെ GCA എന്ന് വരെ കോള് വന്നിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായി തോന്നി. അവര് 2:10 നിസ്സാരല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും അതിലൊക്കെ ഒരുപാട് എന്റെ ടീമിനോടും എന്റെ ലീഡേഴ്സിനോടും അപ്ലൈൻ ലീഡേഴ്സിനോടും ഒരുപാട് പേരെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിഷമാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു എമൗണ്ട് 500 മുതൽ 2:10 വരെ കമ്പനി തരാൻ പറഞ്ഞിട്ട് അതുപോലും സൈസിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൈസിലും ലുക്കിലും ഒന്നല്ല കാര്യം, വർക്ക് ചെയ്ത് നിങ്ങൾ നല്ലൊരു ടീമിനെ സമ്പാദിച്ച ആ ടീം ആയിക്കോളും. വേറെ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തില്ല ഇന്നലെ. ഫസ്റ്റ് നിമിഷത്തിലേക്ക് തികയാതെ വന്ന എമൗണ്ട് വരെ എടുക്കാൻ ഒരാള് ഒരുങ്ങി വന്നു എന്നുള്ളതാ. ശ്രീചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞു കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന അത് നമ്മൾ ആറ്റിറ്റ്യൂഡ്. സാർ എപ്പോഴും പറയാറുണ്ട് ABCD. നമ്മള് ആറ്റിറ്റ്യൂഡ് മാറ്റുക. എനിക്ക് ഭയങ്കര ദേഷ്യം, ഇടുവാള് കൊടുവിട്ട് എന്നുള്ള ലെവലിൽ ഞാൻ വീട്ടിൽ നിന്ന് വേറെ രൂപം തന്നെയാ. സാർ എപ്പോഴും പറയും വീട്ടിലെത്തിയാൽ ഞാൻ വേറെ ഭദ്രകാളി ഇങ്ങനെ കുറെ രൂപം മാറാൻ നമുക്ക് പറ്റും. പക്ഷെ ടീമിൽ നമ്മൾ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും അത് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ചിലപ്പറ്റി കുറ്റം കുറെ ആളുകൾ പറയും. ഇവിടെ കൂടെ വന്ന ആളുകളൊക്കെ നമ്മളെ പറ്റി കുറ്റമൊക്കെ പറയും. പക്ഷെ അവരോട് ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. അനീസ് സാർ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം കൊണ്ടുവന്നാണ് നമ്മളെ ഓരോരു അസോസിയേറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല ലെവലില് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ബിസിനസ് ചെയ്യുക. അതേപോലെ തന്നെ ബിലീഫ്, ഒരുപാട് വിശ്വാസം, എല്ലാത്തിലും വിശ്വാസം വേണം. പ്രൊഡക്റ്റിൽ വിശ്വാസം വേണം, കമ്പനി മാനേജ്മെന്റിൽ വിശ്വാസം വേണം, ലീഡേഴ്സിൽ വിശ്വാസം വേണം. ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ തന്നെ വിശ്വാസം വേണം. അങ്ങനെ എല്ലാ കാര്യവും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ്. ഒരു കാര്യം ഏറ്റെടുത്താല് എപ്പോഴും, ഇപ്പം പ്രബീഷ് സാറിന് എപ്പോഴും ഞാൻ ഉദാഹരണം പറയാറുണ്ട്. ഒരു 4-5 വർഷമായിട്ട് ഈ ഒരു കിക്ക് സ്റ്റാർട്ട് മോർണിംഗ് തന്നെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി അവര് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എന്തായാലും 2:10 തരാന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് നേടുന്നത് വരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സാർ എപ്പോഴും പറയുന്നത്, ഒരു ബസ് പോകുന്ന സമയത്ത് നല്ല ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇവിടെ ഇറങ്ങാനാന്ന് വിചാരിച്ച് ഇറങ്ങി പോകരുത്. നമ്മൾ ഡയമണ്ടിലേക്ക് തന്നെയാ പോകുന്നത്.
അല്ലെ? ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മുന്നിൽ വന്നാലും അതൊക്കെ തരണം ചെയ്ത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എത്രയോ തവണ നിർത്തിപ്പോവാൻ ഞാൻ പറഞ്ഞതാ. ഇത് നടക്കൂല ഉദയേട്ടാ, നിർത്തിപ്പോ നമുക്ക് ഈ കൂലിപ്പണി തന്നെ എടുത്ത് മുന്നോട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ അന്ന് പറയാ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റിയത്. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ഏറ്റെടുത്ത് ഇന്ന് ഞാൻ ആഗ്രഹിച്ച എല്ലാ ലെവലിലേക്കും എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എനിക്ക് കണ്ണറിയാറ്, അല്ലാണ്ട് സങ്കടം കൊണ്ട് ഉണ്ടാവാറില്ല. അത്രയും എനിക്ക് ഈ ഒരു ബിസിനസ്സിനെ അത്രയും ഞാൻ ഇപ്പൊ നെഞ്ചോട് ചേർത്തി ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ കുടുംബത്തിൽ പോലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പോവാറില്ല. കാരണം അത് എനിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എല്ലാ ലീഡേഴ്സിനോടും ചോദിച്ചാൽ അറിയാം, ഞാനില്ലാത്ത ഏതെങ്കിലും പ്രോഗ്രാം നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളത്. എല്ലാത്തിനും പോകും ഞാൻ. എനിക്ക് തോന്നുന്നു ബെന്നി സാർ ഇന്ന് വരെ തൊട്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് സാറിനോട് പറഞ്ഞ ശ്രീജേച്ചിക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എല്ലാ ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യാം, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ RTPക്ക് 2500 രൂപ കൊടുക്കേണ്ടിയിരുന്നു അന്ന്. RTPക്ക് എല്ലാ RTPക്കും പോകും, ഞാനും പോകും. പ്രതികളും 5000 കൊടുത്തിട്ടാണ് ഞങ്ങൾ പോവാ. വല്ലി സാർ ലാസ്റ്റ് ചോദിക്കലുണ്ട്, എന്തിനാ ശ്രീജാമ്മയുടെ ഇനിയും വന്നത് എത്രയോ തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നും സാരില്ല സാറേ, മൈ ലൈഫിന്റെ പ്രോഗ്രാം ഏടുണ്ടെങ്കിലും അവിടെ ഞാൻ എത്തിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സങ്കടം. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ലീഡർമാരെ കൂടെ കട്ടക്ക് നിന്നിട്ട് ഓരോരോ ലീഡറിങ് സ്പീച്ചുകൾ കേട്ട് അതൊക്കെ നോട്ട് ചെയ്തേക്കും. കാരണം സുദീർഘമായ ഓർമ്മശക്തിയേക്കാൾ നല്ലതൊരു പേനയാന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്റെ മൈൻഡിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അടുക്കളയിൽ നിന്ന് സാധനം അപ്പുറത്തെ മുറിയിൽ പോയി എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാ പോവുക. അത്ര പോലും ഓർമ്മയില്ലാത്ത അരണേന്റെ ബുദ്ധി പോലത്തെ ഒരു സാധനം. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മളൊരു നോട്ട് ചെയ്തെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണോ ബിസിനസ്സിൽ 2,10,000 വാങ്ങാൻ എനിക്ക് പ്രാപ്തിയായത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ ഒരു ടീം ഉണ്ടാക്കിയെന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു സ്റ്റോക്ക് എടുക്കുക. അത് നിർബന്ധമായിട്ടും എടുത്തേ മതിയാവും. ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 55,000 രൂപേന്റെ സ്റ്റോക്ക് എടുത്ത് നിങ്ങൾ ഇറങ്ങണം. അതെന്തെങ്കിലും ചെയ്തിട്ട്, ഞാൻ കുടുംബശ്രീന്ന് ഞാൻ പറഞ്ഞ 13.5 ലക്ഷം കടത്തിൽ നിൽക്കുമ്പോഴാണ് സാറ് പറയുന്നത്, ശ്രീജേച്ചി നിങ്ങൾ എന്തായാലും ഒരു സ്റ്റോക്ക് എടുക്കണം. 5 ലക്ഷം മുടക്കിയിട്ട് നിങ്ങൾ തുണി ഷോപ്പൊക്കെ നടത്തി ഒരുപാട് ബാധ്യത ഉണ്ടായി, പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പോലും എടുത്ത് കളയേണ്ടി വരില്ല എന്ന്. അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷനും എന്താ പറയുക ഒരു വിശ്വാസവും ആയത്. കാരണം നിങ്ങൾക്ക് പോവാത്ത പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുത്തോളാം, പോകുന്നത് മാത്രം സോപ്പാണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ച് തരാന്നുള്ള ലെവലിൽ തന്നെ സംസാരിച്ച് അങ്ങനെ കുടുംബശ്രീന്ന് മനസ്സോടു കൂടിയാണ് 55,000 രൂപ ഞാൻ ലോൺ എടുത്ത് പൊതയാണ് കൊടുത്തത്. നല്ലോണം വിൽക്കുന്ന ആളാണ്. ഒരു ദിവസം 10,000-നും 15,000-നും വരെ റീറ്റെയിൽ ചെയ്തിട്ട് രാവിലെ ഇറങ്ങിയാൽ പിന്നെ രാത്രിയെ പോരാ റീറ്റെയിൽ കഴിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വിശ്വാസമാണ് അത് ഏട്ടൻ അത് ചെയ്യൂന്നുള്ളത്. ആ 55,000-ന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് 6.25 കോടിയുടെ ബിസിനസ് വോളിയം ഇന്ന് എനിക്ക് കമ്പനിക്ക് കൊടുക്കാൻ പറ്റി. കാരണം അത് എന്റെ കഴിവല്ല, അതാണ് ടീം വർക്കിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. അത് അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. 3 ആറുകൾ നമ്മളെ ലീഡേഴ്സ് പറയുന്ന റീറ്റെയിലും റീപർച്ചേസും റിക്രൂട്ട്മെന്റും. ഈ 3 കാര്യങ്ങൾ ആദ്യം റീറ്റെയിൽ ചെയ്യുക. ആ 55,000-ന്റെ സ്റ്റോക്കിൽ നിങ്ങൾ ഒരു 20,000 വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടും കടലയും അടിച്ചു പോകരുത്, അത് ഞങ്ങൾ ബാങ്കിലേക്കും മാറൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ 2 കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, മൂന്നാമത്തെ കാര്യമാണ് പേരും അഡ്രസ്സും വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം മാത്രം റീറ്റെയിൽ ചെയ്യുക. പിന്നെ അവരെ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് നമ്മൾ ഐഡിന്റെ അണ്ടറിലേക്ക് അടിച്ചിട്ട് പിന്നെ അവരെ ഫോളോ ചെയ്യുക. അത് നിർബന്ധമായിട്ടും വേണം. എത്ര തവണയാണോ, ചിലപ്പോൾ 35 പ്രാവശ്യമൊക്കെ ഞാൻ പുതിയേട്ടനെ സുനിയാനെ ഇറക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1, 2, 3 തവണ പോകുന്ന സമയത്ത് അത് നിർത്തിപ്പോരലല്ല, അത് നിരന്തരം 3 വർഷമൊക്കെ. ഇപ്പൊ രാജൻ സാറിനെ പറയാറുണ്ട് 5 വർഷം എങ്ങാനും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഭവാനി സാറെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് 1, 2 തവണ പോകുമ്പോഴേക്കും അത് ചടച്ചിരുന്നങ്ങാണ്ട് പോകരുത്. അവരെ ബിസിനസ്സിൽ ഇറക്കി കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ 3 ആറുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആ വേണ്ടേ അല്ലെ? ഒരു 5-6 സികളുണ്ട്. കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ ബിസിനസ് സ്റ്റോക്കൊക്കെ ഇറക്കിയിട്ട് ഇത് ശരിയാവോ, ഇതെനിക്ക് പോവോ, അങ്ങനെയുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സംശയം ഒരിക്കലും ഈ ഒരു ഉണ്ടാവരുത്. നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ആ സ്റ്റോക്ക് എടുക്കുക. എന്നിട്ട് ഒരു ഹോം ഷോപ്പ് വീട്ടിൽ വെച്ചിട്ട് ഒരു 10-25 ആളെ, നമ്മളെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുക. നല്ലൊരു ഹോം ഷോപ്പ് ഇനാഗ്രേഷൻ തന്നെ ഒരു 10-15 ഉറുപ്പ്യേന്റെ പ്രൊഡക്റ്റ് നമുക്ക് അപ്പം തന്നെ പോകും. ഞങ്ങൾ നാളെ കൊയിലാണ്ടി ഒരു മീറ്റിംഗ് വെച്ച സമയത്താണ് ഇങ്ങനെ ഹോം ഷോപ്പിൽ വെച്ചപ്പോൾ അവിടുന്ന് ഒരു കുറേ പ്രൊഡക്റ്റ് ഇങ്ങനെ പോയ സമയത്ത് അവിടെയുള്ള ആ ലീഡറിനെ
പറയാ ഇത്രയും ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലേനു. നമുക്കറിയില്ല, കാലുവേദനയും മുട്ടുവേദനയും തേയ്മാനം ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലീഡർമാർ വന്നിട്ട് നമ്മളെ സ്റ്റോക്ക് ആ മേശപ്പുറത്ത് വെച്ചിട്ട് ആ ഹോം ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അറിഞ്ഞു തുടങ്ങും. ഇത് മനസ്സർ വന്ന് കഞ്ചാവ് വെക്കും പോലെയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുവയ്ക്കുക, കട്ടിന്റെ അടിയിലേക്ക് ഇട്ടച്ച് അവിടെ ഇട്ടച്ചാൽ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഷോക്കേഴ്സിലാക്കിയിട്ട് കറക്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഒരു കല്യാണക്കത്ത് കൊണ്ടുവരാൻ വരുന്ന ഒരാൾ വീട്ടിൽ വന്നാൽ ചോദിക്കും ഇതെന്താ സംഭവം എന്ന് ചോദിക്കും. പക്ഷെ കട്ടിനടിയിലാണ് നമ്മളെ പ്രൊഡക്റ്റ് വെച്ചാലോ, അപ്പൊ അത് ചെയ്യാൻ പാടില്ല. ഷോക്കേഴ്സ് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മളെ സ്റ്റോക്ക് വെക്കുക. പിന്നെ കോൺഫിഡൻസ് വേണം അല്ലെ, ഞാൻ പറയാറുണ്ട്. ഇപ്പോ നമ്മള് കോൺഫിഡൻസോട് കൂടി പ്രോഡക്റ്റ് എടുത്താല് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കോൺസെൻട്രേഷനാണ്. കാരണം എന്താ പറയാ, ഏകാഗ്രത. നമ്മളൊരു ട്രെയിനിങ്ങിന് പോകും അല്ലെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു ട്രെയിനിങ്ങിന് നിർബന്ധമായിട്ടും പോകും. ആ സമയത്ത് നമ്മളെ ചിന്ത നമ്മളെ വീടിന്റെ അടുക്കളയിലും മക്കളിലേക്കും ഒക്കെ ആകുമ്പോൾ ഒരു ഹോളിൽ ഇരുന്നിട്ട് നമ്മൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ആ ഒരു ചെരുപ്പും ചിന്തകളും പുറത്ത് വെച്ച് പോകാന്നുണ്ട് വലിയ സാർ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏകാഗ്രതയോട് കൂടിയിട്ട് എല്ലാ ചിന്തകളും മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഒരു നോട്ടും ഡയറിയും നിർബന്ധമായിട്ടും ഏതൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണം. അത് നോട്ട് ചെയ്ത് വെക്കന്നെ. എഴുതി തന്നെ ചിലപ്പോൾ 10ഉം 100ഉം പ്രാവശ്യം എഴുതേണ്ടി വരും. ഞാൻ എൻ്റെ 5-6 ഡയറി ഉണ്ട്. അതൊക്കെ മറച്ചു വെക്കുമ്പോൾ അന്ന് എഴുതിയ കാര്യങ്ങൾ ഞാൻ എന്നും എഴുതുന്നു. ഇന്നും ഞാൻ അറിയാതെ എഴുതി പോകും. ഇന്നലെയും പതിനസാറ് കളിയാക്കിയാണ് ശ്രീജ എവിടെ പോയാലും കുറെ എഴുതി വെക്കുന്നുള്ളത്. അത് എൻ്റെ ഒരു വിജയം തന്നെയാട്ടോ. ആ ഡയറികളൊക്കെ മറിച്ച് നോക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് കുറേ ഇങ്ങനെ ഓരോരോ പോയിന്റുകളും എനിക്ക് കിട്ടുന്നത്. ഇതിപ്പോ ഈ 5 സീകളൊക്കെ എനിക്കൊരു ഡോക്ടർക്ക് തന്നാ കിട്ടിയേ. എനിക്ക് വേറെ ആരും പറഞ്ഞതല്ല. പക്ഷെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും, എന്ത് കാര്യം ഉണ്ടെങ്കിലും. പിന്നെ അതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് നമുക്ക് നമ്മൾ ഈ ഒരു സംഭവം. പിന്നെ വേണ്ട ഒരു സി ആണ് കറേജ് എന്ന് പറയുന്നത്. കറേജ്, ധൈര്യം. നിർബന്ധമായിട്ടും ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ധൈര്യം വേണം. നമ്മൾ പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്, അത് ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം പറയേണ്ട ഒരു സംഭവമാണ്. കാരണം 5-6 വർഷം മുന്നെയാണ് ഞങ്ങള് വുമൺ കമ്പാനിയുടെ ഒരാൾക്ക് കൊടുത്ത് ആ ധൈര്യം വരണം എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയുന്നത് അതെന്തോ അതുകൊണ്ടാട്ടോ. ഈ ലേഡിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ബ്ലീഡിങ് ആയി, തല കറങ്ങി വീണ് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. രാവിലെ ഉണ്ട് ഒരു ഭർത്താവ് വിളിക്കുന്നത്, നിങ്ങളല്ലേ ശ്രീജ എന്ന് പറഞ്ഞ ആള്, നിങ്ങൾ എന്റെ ഭാര്യയ്ക്ക് എന്താ കൊടുത്തത്, പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളിന്ന്. എന്റെ ദൈവമേ, 6 വർഷം മുന്നേ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ആ പ്രതിയോട് പറയുകയും ചെയ്തിട്ട് നിങ്ങൾ ഇത് കൊടുക്കരുത് കൊടുക്കരുത്, ആർക്കും എന്താ സംഭവിച്ചാൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല. പക്ഷെ അതേപോലെ തന്നെ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളാം. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, പേടിച്ച് വിറച്ചുപോയി. പക്ഷെ എനിക്ക് ഉള്ളിൽ ധൈര്യം എന്താ വെച്ചാല്, ബെല്ലി സാറിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ സാറ് പറയുന്നത് ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ഇന്ന് വരെ ആർക്കും ഒന്നും സംഭവിച്ചില്ല, ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ നമ്പർ കൊടുത്തോളൂ നിങ്ങളെന്ന്. ആ ഒരു ഉള്ളിലൊരു ധൈര്യം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഏത് സ്റ്റേഷനിലേക്കാ വരണ്ടേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ് ഓളെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്, വണ്ടി വിളിച്ചിക്കണ്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരുന്ന് പറഞ്ഞ്. ഞാൻ എനിക്ക് പേടിയാന്ന്. പിന്നെ ബെന്നി സാറിന് നമ്പർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ അവർ വിളിച്ച്, അവരെ വൈഫ് വിളിച്ച്, ശ്രീ ചേച്ചി ഒന്ന് ക്ഷമിക്കണം കേട്ടോ, കാരണം എനിക്ക് ഈ വുമൺ കുമ്പാനിയും കൊണ്ടുത്തന്ന ആള് പറഞ്ഞിട്ടില്ല ഈ പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ അധികരിക്കും എന്നുള്ളത്. നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. ഈ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് ആയുർവേദ ആയതുകൊണ്ട് ഉള്ളിലേക്ക് എത്തുമ്പോൾ ഒന്ന് കൂടും. ഏത് അസുഖവും ചില ശരീരത്തിന് ഒന്ന് അധികരിക്കും. അപ്പൊ നമ്മളറിയില്ല, നമ്മളൊരു വസൂരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ ഒരു പൊട്ടി പോലത്തെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗുളിക കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഉള്ളിലേക്ക് അമർന്നു പോവുക ചെയ്യാം. പക്ഷെ നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങളൊരു ഹോമിയോ ആണ് കൊണ്ടുപോയി കാണിക്കുന്നെങ്കിൽ മൊത്തം പൊന്തിയിട്ടാണ് നമുക്ക് ആ അസുഖം മാറുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വെൽനസ് പ്രൊഡക്റ്റുകളും ചിലതൊന്നും അധികരിച്ചിട്ട് ഉള്ളിലുള്ളതിനെ പുറത്തെടുത്ത് കളയാണ് ആയുർവേദം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ പറയണം. ചിലപ്പം ചിലർ പറയും അധികരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുടിക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയും, അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ നമ്മളെ കാര്യങ്ങൾ പറയാം. പിന്നെ മൈക്ക് പിടിച്ചിങ്ങാണ്ട് സംസാരിക്കണം. ഈ ഓരോരോ അച്ചീവ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ നളന്തേ കയറിയിട്ട് സംസാരിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, TC ആവരുതേ എന്ന്. കാരണം TC ആയിട്ടുണ്ടെങ്കിൽ നളന്തേ പോയി കണ്ട് സംസാരിക്കണ്ടേ, എനിക്ക് മുട്ട് വറക്കായിരുന്നു. ഞാനും പ്രതികരണം കൂടി എനിക്ക് കയറുക, വിറച്ചിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള ഒരു ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ധൈര്യം വേണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറയാ, ഈ ബിസിനസ് ഒക്കെ ഏറ്റെടുത്ത് ധൈര്യമൊക്കെ വെച്ച് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് കോൺക്രീറ്റ് പോലെയാവും.
ആരെന്ത് പറഞ്ഞാലും തുടക്ക സമയത്ത് ഉള്ളവരോട് എന്തെങ്കിലും ആളുകളൊക്കെ പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യും, നമ്മള് വ്യതിചലിച്ചു പോയിരുന്നു. ആ അങ്ങനെയാണല്ലേ നീയും പോയി പെട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവര് പറയുമ്പോഴേക്കും അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്തേക്കും. പക്ഷെ ഈ ബിസിനസ് ഏറ്റെടുത്ത് നിങ്ങൾ ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ ആര് കുത്തിപ്പൊട്ടിച്ചാലും നിങ്ങൾ കോൺക്രീറ്റ് പോലെ ഉറച്ച് തന്നെ ഇരിക്കും എന്നുള്ളത് 100% ഉറപ്പാ. അതാണ് ട്രെയിനിങ്ങിന്റെ ഒരു ഫലം എന്ന് പറയുന്നത്. പുറത്തുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം വരൂല. പിന്നെ അത് കൺസിസ്റ്റൻസിയിലേക്ക് പോകും, ഒരു സ്ഥിരതയിലേക്ക് പോകും. ഇന്നിപ്പോ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വിഷയമില്ല, അവരങ്ങ് പറഞ്ഞോട്ടെ എന്നുള്ള ലെവലില്ല. ഇന്നലെയൊക്കെ എത്ര ഞങ്ങളൊരു കല്യാണ വീട്ടിൽ പോയപ്പോ ഞങ്ങളെ നാട്ടിൽ തന്നെ ആളുകളൊക്കെ ഇന്നലെ രണ്ടാൾ എന്നോട് ഐഡിയ അടിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 2:10 കിട്ടിയില്ല, നിങ്ങളെ മെസ്സേജ് ഒക്കെ കണ്ടാ സത്യമാണ്. ഇത് കൊല്ലത്തിലാണോ കിട്ടുക? ഒരു കൊല്ലാകുമ്പോഴേക്കാണോ 2,10,10,000 നിങ്ങൾക്ക് വരിക? ഞാൻ പറഞ്ഞു കൊല്ലത്തിലല്ല, ആഴ്ചയിൽ. എന്നാ പോലും ഒരു ചിരി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, നിങ്ങൾ വിശ്വസിക്കൂല, നിങ്ങൾ ട്രെയിനിങ് വന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് പേരും അഡ്രസ്സും ഒക്കെ തന്ന് ഫോൺ നമ്പറും ഒക്കെ തന്ന് ചൊവ്വാഴ്ച നളന്തയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ അടുത്തേക്ക് വരിക. ഇതുവരെ ഞങ്ങളെ കളിയാക്കിയ എനിക്ക് 1,30,000 കിട്ടിയപ്പോ എന്റെ 9 ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഓക്കോ 1,30,000 കിട്ടാനോ എന്തോ പറയാന്നുണ്ടെങ്കണ്ട് കളിയാക്കിക്കുന്നത്. ആ ആളുകളാണ് ഇപ്പൊ നമ്മളെ അടുത്തേക്ക് പേരും അഡ്രസ്സും ഒക്കെ തന്നിട്ട് ഫോൺ നമ്പറും തന്നുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. നിങ്ങളെ മാറ്റം കാണുന്ന സമയത്ത് ഇന്ന് നമ്മളെ കളിയാക്കി നമ്മളോട് എന്താ പറയാ നമുക്ക് പേരും അഡ്രസ്സും ഒന്നും ഫോൺ നമ്പറും ഒന്നും തരാത്ത ആളുകൾ ഇനി ഇങ്ങോട്ട് ചോദിച്ചിട്ട്, സാർ എപ്പോഴും പറയാറുണ്ട് എന്റെ മോനെ നിങ്ങളെ കൂടി ഒന്ന് കൂട്ടുമെന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരു ലെവലിലേക്ക് കാലം മാറാൻ പോവാന്നുള്ളത്. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പിന്നെ ആ ഒരു സ്ഥിരതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും. ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഞാൻ പറഞ്ഞു, ഒരു സൈക്കിള് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നിട്ട് ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി എനിക്ക് ഈ ഒരു 5-6 വർഷം കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏത് ബിസിനസ്സിലാണ് 6 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷം നല്ലൊരു ടീം ഉണ്ടാക്കിയാൽ 2,10,000 കിട്ടുക? ഏത് ജോലിയിലാണ് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഇവിടെ ഒരു ഗവൺമെന്റ് എംപ്ലോയി 30 വർഷം കൊണ്ട് 50,000 ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി 30 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുകയാണ് 1,80,00,000 രൂപ എന്ന് പറയുന്നത്. അല്ലെ നിങ്ങളൊന്ന് കൂട്ടി വെക്കില്ല, ഒരു 50,000 ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് 1,80,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ ആ ഒരു എംപ്ലോയി ഒരു 58-60 വയസ്സാകുമ്പോഴേക്ക് റിട്ടയർഡ് ആയാൽ അയാൾക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതിന്റെ 1/3 ഭാഗമേ പിന്നെ പെൻഷൻ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ആള് പറഞ്ഞ എന്താ അറിയോ, ഞാൻ 45,000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു ശ്രീചേച്ചി. ഇന്ന് ഞാൻ വെറും 12,000 രൂപയാണ് പെൻഷൻ വാങ്ങുന്നത്. 12,000 ഉണ്ട് പോലും, പക്ഷെ കുറെ പിടുത്തങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് പിന്നെ അത് 9,000. നിങ്ങളൊന്ന് ആലോചിക്കുക, 45,000 രൂപ ശമ്പളം വാങ്ങി ജീവിച്ച ഒരാള് പിന്നെ എങ്ങനെ ഒരു 9,000 രൂപയ്ക്ക് പെൻഷൻ വാങ്ങി ജീവിക്കാൻ കഴിയും? പക്ഷെ നമ്മളെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും ഈ ഒരു ബിസിനസിന്റെ പ്ലാന് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. അതെന്താണ് ഈ പ്ലാന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് നിർത്തിപ്പോവില്ല. ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഉന്തും തിക്കും തള്ളും ഒക്കെ ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു ക്യൂവിനെ ഓർത്ത് വെക്കാൻ മതി. ആ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മളെ വൈകിയുള്ളവരും നമ്മൾ ഉന്തും അല്ലെ, കുത്തും തിക്കും ഒക്കെ ചെയ്യും. പക്ഷെ എനിക്കത് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു നിങ്ങൾ അവിടുന്ന് ക്യൂന്ന് ബാക്കിയുള്ളവനെ മുഖത്ത് നോക്കി കണ്ട് ഇതാക്കി കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ക്യൂ അതിന്റെ വഴിക്ക് എന്തായാലും പോകും. ഒക്കെ സഹിച്ചിട്ട് ഓരോരുത്തരും പോകും. പക്ഷെ ആ സ്ഥാനത്ത് എത്തുന്ന സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു നിന്നതെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അവിടെ പോയി നോക്കിയാൽ അറിയാം അതിന്റെ അവസ്ഥ. ഒരിക്കലും ഒരാളും സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ ഉന്തും തിക്കും തള്ളും ഒക്കെ സഹിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അസോസിയേറ്റ് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മൾ കുറ്റപ്പെടുത്തും. പക്ഷെ അനീസ് സാർ പറയാറുണ്ട്, നാളുകളിൽ നമ്മളൊരു ടീം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിക്കും വരമ്പത്താ കൂലി എന്ന് പറയലുണ്ട്. അനീസാറിന്റെ വാക്കുകളാട്ടോ അത്. നമ്മൾ ഇന്ന് നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിന് എന്ത് പറഞ്ഞോ അതൊക്കെ നാളെ നമ്മൾക്ക് ഡൗൺ ലൈൻസ് അല്ലെങ്കിൽ നമ്മളെ അസോസിയേറ്റ്സ് നിന്ന് കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും ഒന്നും കമാന്നൊരക്ഷരം ഉണ്ടായിരുന്നു അനീസ് സാറ് പറയാറ്. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞോട്ടെ, അത് എന്താ പറയാ ഒരു വിവരമില്ലായ്മയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഭവാനി എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ഇന്ന് വരെ എന്റെ ഭവാനി സാറിനെ ദേഷ്യം പിടിച്ച് കണ്ട് ശപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിനും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം കുറ്റപ്പെടുത്താത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം, ഞാൻ പഠിക്കാൻ തയ്യാറായി.
സ്റ്റാർ ഇല്ലെങ്കിലും സ്റ്റാർ റാങ്ക് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. സ്റ്റാർ ആയ സമയത്ത് ഐഡി അടിക്കാനും മെയിൽ അയക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും പഠിച്ച്. എന്താണോ നമ്മളെ ലീഡർ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച് തന്നെ. അതുകൊണ്ട് തന്നെ അത് പഠിക്കാത്ത കാരണത്താലാണ് നമ്മൾ ലീഡർമാരെ കുറ്റം പറയാം. നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം ലീഡർ മേലേക്ക് ചായും. ഒരു വരുന്നില്ല, ഒരു വന്നില്ല. പക്ഷെ ഇത് പഠിച്ചാലോ നമുക്ക് അവരൊന്നും നോക്കണ്ട, അവരൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി എന്താന്നുള്ളത്. പഠിക്കാൻ തയ്യാറാവാത്ത ആളുകളാണ് ലീഡർമാരെ കുറ്റം പറഞ്ഞു പോകുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ എന്നോട് വിഷമമൊന്നും തോന്നരുത്. ഞാൻ പഠിക്കേണ്ട പഠിക്കേണ്ട സമയത്തും പഠിച്ചുകൊണ്ട് തന്നെ ഇന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഐഡിയ എങ്ങനെയാ പോകുന്നറിയോ? എന്റെ വീക്കില് എന്റെ പ്രതികരണമാണ്, പ്രതികരണ വീക്കിൽ എന്റെ മോളാണ്, മോളെ വീക്കിൽ എന്റെ മോന്റെ ഐഡിയ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ എന്താ ചിന്തിക്കണ്ടേ? എന്റെ മോനൊരു 18 വയസ്സായി, 2 വർഷം കഴിഞ്ഞ് ഓൻ ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്റെ മോന്റെ 2 ലെഫ്റ്റും റൈറ്റും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഓൻ 2-10 അടിച്ചാല് ആ വീട്ടിലേക്ക് മോനും മോക്കും എനിക്കും പ്രതിയേട്ടനും 2,10,000 വരാൻ പോകുന്നത് ഒരു ദിവസം. അതാണ് ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ മനസ്സിലാക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കറക്റ്റ് വഴിയിൽ കൂടി പോവുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരുപാട് ഇൻകങ്ങൾ കിട്ടാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. നല്ല സീരിയസ് ആയിട്ട് എനിക്ക് എന്നെ പോലുള്ള ആളുകൾക്ക് എനിക്ക് 2,10,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നൊരു വണ്ടിയായി. വണ്ടി വാങ്ങണം എന്ന് പറഞ്ഞു TC റാങ്കിൽ വണ്ടി വാങ്ങിച്ചു. ഡ്രൈവിംഗ് പോലും അറിയില്ല, പക്ഷെ അത് വാങ്ങിച്ചു, പഠിച്ചു. 4 വീലറും 2 വീലറും ഒക്കെ എടുത്ത് DTC ആയപ്പോ സാറ് പറയാണ് ലാപ്ടോപ്പ് വാങ്ങണമെന്ന്. ഒരു മൊത്തം അറിയില്ല, ലാപ്ടോപ്പിന്റെ ഒന്നും ഒരു സംഭവം അറിയില്ല. പക്ഷെ പറഞ്ഞതല്ലേ, ലീഡർ പറഞ്ഞ് വാങ്ങിച്ച്. അപ്പൊ അതിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ. ലാപ്ടോപ്പിലൊക്കെ പ്രസന്റേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് കളിക്കാൻ കൊടുത്ത് അത് കേടായിപ്പോയി. പക്ഷെ ഇനിയിപ്പോ അപ്പൊ ഒരു ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറ് പറയാണ് STK ഒക്കെ അയക്കുന്ന 50 ലക്ഷം ബാർനേജ് അയക്കുന്ന കാറ് വാങ്ങുന്നു. കാറ് വാങ്ങാന്ന് പറഞ്ഞപ്പോ ഓ സാറേ കാറ് വാങ്ങാലോ, ഇത് ഷോ ബിസിനസ് ആന്ന് ഇങ്ങനെ പറയുന്നല്ലോ. കാറ് വാങ്ങിച്ചു. കാറ് കൊണ്ടുവെക്കാൻ ഞങ്ങളെ വീടിന്റെ ഇടയ്ക്ക് ഒരു കുട ചൂടി നടക്കാൻ പോലും പറ്റാത്ത ഒരു ഇടവഴിയാ. നിങ്ങൾ കാർ എവിടെ കൊണ്ടൊക്കെ ചോദിച്ചു പൊതേട്ടനോട് വാനി സാറ്. അതൊക്കെ കൊണ്ടൊക്കെ സാറേ, അതൊക്കെ വന്നോളും എന്ന് പറഞ്ഞു. ഭയങ്കര ഒടുക്കത്തെ കോൺഫിഡൻസാ. അങ്ങനെ കാറ് വാങ്ങിച്ചു. 2021 ഒരു കാറൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഗിയറും ക്ലച്ചും ബ്രേക്കും എല്ലാം കൂടി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് ഇതെല്ലാം കൂടി മാറ്റാൻ പറ്റില്ല സാറേ. ഈ ഗിയർ മാറ്റാന്ന് പറയുന്ന സംഭവം എനിക്ക് കണ്ടുകൂടാതെ സംഭവം. ഗിയർ മാറ്റാൻ എനിക്ക് ആവുന്നില്ല സാറേ, എങ്ങനെ നോക്കിയിട്ട് ഗിയർ മാറ്റാനാവുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ച് ഗിയറില്ലാത്തൊരു വണ്ടി വാങ്ങിച്ചാൽ ഞങ്ങൾ ഓടിക്കുമെന്ന് വെച്ച്. ഇയാൾ തമാശ പറയാതെ, ഗിയറില്ലാത്ത വണ്ടി എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ കാറിനെ പറ്റിയിട്ട് ഒന്നും, 4 ചക്രമുള്ളതാണ്, അത് ഇന്നതെന്നൊന്നുമില്ല. അത് വില ഉള്ളതും ഒക്കെ എല്ലാം നാലാൾക്ക് പോകാൻ പറ്റുന്ന സാധനമല്ലേ. അതേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒന്നും വണ്ടീനെ പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഗിയർലെസ് വണ്ടി വാങ്ങിച്ച സമയത്ത് ഞാൻ 2 വർഷം മുന്നേ ഒരു ഇഗ്നീസിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ വാങ്ങിച്ചു. ഇന്നിപ്പോ എല്ലാവർക്കും അറിയാം, എന്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്ററൊക്കെ കണ്ടിട്ട് എത്രയോ ആള് ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര സംഭവം തന്നെയാണല്ലോ, വണ്ടി ഓടിച്ചു പോകുന്നു. ഇപ്പൊ കാറൊക്കെ ഓടിച്ചു പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി എത്രയോ ലീഡർമാര് കളിയാക്കിയിട്ടുണ്ട് എന്റെ അപ്ലൈനിൽ. എല്ലാവരും ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, കളിയാക്കിയവരൊക്കെ. ഞാൻ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് കാറ് സ്വന്തം പോവാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞാലും ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, കാറ് സ്വന്തം പോവാൻ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതാ നിങ്ങൾ നോക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടുകൊടുക്കുന്നില്ല. എന്തായാലും ഭവാനി സാറിനോടുള്ളൊരു വാശിയായിരുന്നു. എന്നെ ലൈസൻസ് എടുത്ത് ഞാൻ ഇരുന്ന സമയത്ത് എത്രയോ വേദികളിൽ എന്നെ കളിയാക്കി കരയിപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് എടുത്തുങ്ങാണ്ട് ഒരു നാണവും ഇല്ലാതെ കുത്തിരിക്കും ഒരാള്. പിന്നെ ഒരു ചന്ദനത്തിരിയും കത്തിച്ചുങ്ങാണ്ട് വെച്ചോളി തന്നെ. അപ്പൊ എന്റെ ഉള്ളിൽ എപ്പോഴോ ഉണ്ടായ ഒരു വാശിയാണ്. ആഹാ അങ്ങനെയോ, അയാളെ മുന്നിൽ കൂടി അത് ഓടിച്ചിട്ട് പോയിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള ലെവലിൽ തന്നെ ആ ഒരു വാശി ഉള്ളിൽ കണ്ട് ഞാൻ പഠിച്ച് സാറിനെ കൂട്ടിയിട്ട് തന്നെ കേട്ടോ പഠിച്ച്. അങ്ങനെ ഒരു ദിവസം പാലത്ത് പുളി ബസാറിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ കാറിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാറും കൊണ്ട് ഇങ്ങനെ പോവാ. സാറുണ്ട് ഇങ്ങനെ തരുത്ത് നിൽക്കുന്നത്. ശ്രീജേഷി സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോകാൻ, അല്ലാതെ ബാക്കിൽ ഒരാൾ ഉണ്ടാവും അപ്പുറത്ത്. പക്ഷെ അതൊക്കെ എനിക്ക് സാധിച്ചത് ഭവാനി സാറിന് ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ എന്നെ പഠിപ്പിക്കാനൊക്കെ. എന്നോട് പറഞ്ഞു ശ്രീജേച്ചി നിങ്ങൾ വയനാട്ടിലൊന്ന് പോയി വന്നാൽ മതി, ആ ചുരം കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം കിട്ടും തന്നെ. അങ്ങനെ ഞാൻ സായിത്താത്തനെയും അലീമത്താത്തയും സജിനിയും ഞാനും ഭവാനി സാർ 5 ആളും കൂടി ആദ്യമായിട്ട് വയനാട്ടിലേക്ക് പോയത്. സായിത്താത്ത അവിടെ നിന്ന് ഇങ്ങനെ പറയാ, സാറേ നിങ്ങളൊരു ധൈര്യം, ഈ ശ്രീജേച്ചിന്റെ കയ്യില് ഞങ്ങളെ ജീവനും വെച്ചിട്ട് നിങ്ങള് വയനാട്ടിലേക്ക് പോയല്ലോ.
പക്ഷെ അത്ര വിശ്വാസം ആൾക്ക്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സാറേ, ക്ലച്ച് ഉണ്ടോ, ബ്രേക്ക് ഉണ്ടോ, ഒന്നുമില്ല. എല്ലാം ശ്രീജേച്ചിന്റെ കയ്യിൽ. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താവും? ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ആടി ഇരുന്നോളി എന്നാണ്. അങ്ങനെ ആ ഒരു പോക്കാണ്. തിരിച്ചു വരുന്നതും ആ ചുരം കയറി ഇറങ്ങിയാരെ ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ മക്കളും വേണ്ട, ഹസ്ബൻഡും വേണ്ട എന്നുള്ള ലെവലിലേക്ക് സ്വന്തമായിട്ട് എടുത്തു പോകാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെക്കാട്ടിലും കഴിവുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്ന് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നമ്മളെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ശ്രീജേച്ചിനെക്കാളും കഴിവ് എന്തായാലും എനിക്ക് ഉണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഉള്ളിൽ വന്നിട്ട് ഇന്ന് ഡ്രൈവിംഗ് പഠിക്കാത്ത എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുക. നിർബന്ധമായിട്ടും നമുക്ക് സ്പീഡ് ആവണമെങ്കിൽ നമ്മൾ ഒരാളെയും കാത്തിരിക്കാൻ പറ്റില്ല. ഓട്ടോറിക്ഷയും ബസ്സും കാറും ഒന്നും വിളിച്ചുമ്പോ എവിടെയും പോകാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടിയോ കാറോ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് എടുത്തിട്ട് ഒരാളെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, എടുത്തു പോകാൻ പറ്റും. അത് തന്നെയാണ് നമ്മളെ ലീഡർമാർ നമ്മളെ പഠിപ്പിക്കുന്നതും. അത് ഇന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് വണ്ടി പഠിക്കുക, സ്വന്തമായിട്ട് ഓടിച്ചു പോവുക. നമ്മളെ ബിസിനസ്സിന് സ്പീഡ് കൂടണമെങ്കിൽ നിർബന്ധമായിട്ടും വണ്ടി വേണം. അതും ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ തന്നെയേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ലീഡർ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നോട് ഭാനു സാർ എപ്പോഴും ഞാൻ നിർത്തിപ്പോവാന്ന് പറയുന്ന സമയത്ത് തോന്നി, ശോഭന നിൽക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ എന്താ അറിയോ, ശ്രീജയത്തിന്റെ തലേ ദിവസം ഒരു വ്യക്തി പരാജയപ്പെടുന്നതെന്ന്. കാരണം ഇന്ന് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും നിങ്ങൾക്ക് ദൈവം വിജയിക്കാനുള്ള ഒരു അവസരം തരുന്നത്. കുറച്ചും കൂടി ഒന്ന് കാത്തു നോക്കി നിർത്തും. അങ്ങനെ കുറച്ചുകൂടി എന്ന് പറഞ്ഞങ്ങാണ്ട് കാത്തു നിന്ന് ഇന്ന് നമ്മൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ച ആ ഒരു തുക, എമൗണ്ട് എനിക്കിന്ന് ഇന്നലെ നേടാൻ സാധിച്ചു. ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു, എന്റെ ടീം മെമ്പേഴ്സിനോട് നന്ദി പറയുന്നു, എന്റെ അസോസിയേറ്റ്സിനോടും എന്റെ അപ്ലൈൻ ലീഡേഴ്സിനോടും എന്താ പറയാ ലവ്ലൈൻസിനോടും ഒക്കെ ഒരുപാട്. നല്ലൊരു എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. വിളിക്കാത്ത ഒരാളും എനിക്ക് തോന്നുന്നില്ല. ഒരുവിധ ആളുകളൊക്കെ വിളിച്ച് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏജിലെ ഫസ്റ്റ് ലേഡി അച്ചീവർ ആവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്താ പറയാ ഒരു റോൾ മോഡലായി കണ്ടിട്ട് അവരെന്താണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അതിൽ എൻ്റെ ഒരുപാട് എൻ്റെ പവർ സൈഡിൽ ഏകദേശം എനിക്ക് 5-6ഓളം STC ലീഡേഴ്സ് ഉണ്ട്. ഒക്കെ ആണുങ്ങൾ. ഞങ്ങൾ ആര്യരേട്ടനെയും സുനിയേട്ടനെയും സതീഷ് സാറിനെയും സുധീർ സാറിനെയും പ്രകാശേട്ടനെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ എന്താ പറയാ, ആര്യരേട്ടനൊക്കെ നോക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കണം. ശരിക്കും പറഞ്ഞാല് ഇനി ആരാ എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കണ്ട് ഓലൊന്ന് തിരിഞ്ഞു നിന്നാ ഞാൻ ചിലപ്പോ ഓടേണ്ട അവസ്ഥയാ. അത്രയും വലിയ മനുഷ്യന്മാരാ. പക്ഷെ എന്താ പറയാ, എന്നെ റെസ്പെക്റ്റോട് കൂടി ഞാൻ എന്താണ് പറയുന്നത് ഇത്തിരി പൊടി മനുഷ്യനെ അനുസരിക്കുക. എന്നോട് പറയാം ആനേന്റെ വലിപ്പം ആനയ്ക്ക് അറിയില്ലെന്ന്. അത് കറക്റ്റ് ആട്ടോ. ആന വലിയൊരു ജീവിയാ. പക്ഷെ അയാളെ ആനനെ നിയന്ത്രിക്കുന്ന ചെറിയൊരു തോട്ടി. ആ തോട്ടീന് അത്രയേ ഉള്ളൂ, ഞാനില്ല. പക്ഷെ ഇവരൊക്കെ തിരിഞ്ഞു നിന്നാൽ ഞാൻ ഓടണം. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നത് നമ്മളെ സ്വഭാവം. എനിക്ക് തോന്നുന്നു നമ്മളെ ആറ്റിറ്റ്യൂഡ് തന്നെയാട്ടോ. നമ്മൾ ആരും അങ്ങനെ ഒന്നും പറയാറുമില്ല. അവരെന്താണോ പറയുന്നത് അത് കേട്ട്. പക്ഷെ ഇന്ന് ഞാൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് എന്റെ ടീം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ മൊത്തം ലേഡീസാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. എന്നോട് എത്രയോ ആളുകൾ ചോദിക്കുന്നത് ഫസ്റ്റ് NTC ആയപ്പോൾ ഈ സീലിംഗ് അടിച്ച സമയത്തും ശ്രീജേഷി നിങ്ങൾ എന്താ ഈ പെണ്ണുങ്ങളെയും വെച്ച് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചേ. പക്ഷെ എപ്പോഴും സാറ് പറയാറുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരൊരു കാര്യം തീരുമാനിച്ചാൽ അത് എന്താ പറയാ, അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച് പിന്നോട്ട് വെക്കൂന്നുള്ളത്. പിന്നോട്ട് വെക്കൂല, മുന്നോട്ട് തന്നെ അവർ പോകുള്ളൂ. പെണ്ണൊരുമ്പെട്ടാൽ കേട്ടിട്ടില്ലേ, അതാടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ലേഡീസിനെ ഒരിക്കലും കുറച്ച് കാണരുത്. ഇനി എന്താ പറയാ, വരും കാലങ്ങളിൽ 85% ലേഡീസ് ആണ് ഈ ഡയറക്ട് സെല്ലിംഗ് വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ വാഴാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തരും അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അവിടെ മാലതി മാഡം, സമീറ മാഡം, അസ്മാ മാഡത്തെ പോലെയുള്ള STC ലീഡേഴ്സും അവര് കുറേ അണ്ടറിൽ ഒരുപാട് TC ATC DTC സ്റ്റാറും ബ്രോൺസും റൂബി ഒരാളെയും പേരെടുത്ത് പറയില്ല. എല്ലാരെയും ഞാൻ പറയാ, എല്ലാരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ. എന്നോട് ഇന്നലെ ഒരാളെ വിളിച്ചു പറഞ്ഞു, ശ്രീജേച്ചിനെ അടുത്തൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചേനേന്ന്. കിട്ടിയില്ല എന്നുള്ള. അപ്പൊ അതുപോലെ തന്നെ എല്ലാരും ആ ഒരു ലെവലിൽ തന്നെ കേട്ടോ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്നത്. ആ ഒരു പവറോ വീക്കോ നോക്കാതെ നമ്മളെ ടീമിനെ രണ്ട് ഭാഗവും കൂട്ടിപ്പിടിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കൊടും പവറൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ രണ്ട് മക്കളാ നമ്മളെ ലെഫ്റ്റും റൈറ്റും. അത് നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കൊണ്ടുപോവുക. ഒരാളെയും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചാൽ അറിയാം. പവർ വീക്ക് നിങ്ങളെ പവർ എവിടെയാ വീക്ക് എവിടെയാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല. ആ ലെവലിൽ തന്നെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കാറ്. ചിലപ്പോ നാളെ എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഒരാളിനെ ചോദിച്ചു, ഞങ്ങളൊന്നും നിങ്ങളെ മക്കളല്ലേ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി മൈ ലൈഫിന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് പിന്നെ
നമ്മളെ കുടുംബത്തിലേക്ക് മാത്രം നോക്കുന്നെങ്കിൽ നാളുകളിൽ നിങ്ങളെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതായിരിക്കും പറയല്. ഇന്ന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ മൈ ലൈഫിന് കൊടുത്ത് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ നാളുകളിൽ നിങ്ങൾ ഇല്ലാതെ പോയാലും നിങ്ങളെ കുടുംബം പട്ടിണിയാവൂല, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബം അനാഥമാവൂല എന്നുള്ളത് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഫുൾ ടൈം കരിയർ ആയിട്ട്, അതേ ഞാൻ പറയുള്ളൂ. കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഫുൾ ടൈം കരിയർ ആയി ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 6 വർഷം കഴിയുമ്പോഴേക്ക് 2,10,000 നിങ്ങളെ കുടുംബത്തിലേക്കും വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അത് സർവേശ്വരൻ ദൈവം അനുഗ്രഹിച്ച് ഇന്നലെ എനിക്ക് നേടാൻ പറ്റി. അതെനിക്ക് എല്ലാവരോടും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാവരോടും എനിക്ക് നന്ദി അറിയിക്കാണ്ട്. ചെലവില്ലേ ചെലവില്ലേ എന്നൊക്കെ ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അതൊക്കെ വരും. ഇനി ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങളത് കഴിഞ്ഞു. കാരണം ഇനി എനിക്ക് ഒരു മെഗാ പ്രോഗ്രാം ഞാൻ NTC, ബെല്ലി സാർ NTCയിലാണ് മെഗാ പ്രോഗ്രാം നടത്തി, സുബീർ സാർ NTCയിലാണ് മെഗാ പ്രോഗ്രാം നടത്തി, ഭവനി സാർ NTCയിലാണ് മെഗാ പ്രോഗ്രാം നടത്തി. അതേ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഞാനും ചെയ്യാൻ പോവാണ്. ഈ ഡിസംബർ 20-ന് ഞങ്ങളെ ടീമിന്റെ, എന്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ടീമിന്റെ ഒരു മെഗാ പ്രോഗ്രാം, ആരവം എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാൻ പോവാണ്. അനീഷ് സാർ വരുന്നുണ്ട്, ബെല്ലി സാർ വരുന്നുണ്ട്, സുബീഷ് സാർ വരുന്നുണ്ട്, ധനീഷ് മാധവൻ സാർ വരുന്നുണ്ട്, നമ്മളെ പിന്നെ ഭവനി സാർ. 5 ഗ്രേറ്റ് ലീഡേഴ്സിന്റെ വമ്പൻ നിര തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. 300 350 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോണ, ലക്ഷങ്ങൾ മുടക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഒരു പിന്നെ പേടിയില്ല കേട്ടോ. കാരണം കട്ടയ്ക്ക് കൂടെ ടീമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയില്ല. ഞാൻ പറയും, അയ്യോ ഇവളൊക്കെ എങ്ങനെയാ ഈ ഒരു മെഗാ പ്രോഗ്രാം നടത്താൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ DTC അപ്പോൾ ലീഡേഴ്സ് കൂടെ കട്ടയ്ക്കുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും പേടിക്കാനില്ല. അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുക. ടീം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് നല്ലൊരു ടീമിനെ സമ്പാദിച്ച് 2,10,000 നിങ്ങളൊക്കെ നേടാൻ പോവുക. നേടാൻ ഉള്ള ശ്രമം നടത്തുക. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഈ ഒരു ബിസിനസ് കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലേഷ്.